ഫാത്തിഹ സൂറത്തിന്റെ ഭാഗം എടുത്തു നോക്ക് നിങ്ങൾ. മഖ്റജിനെ പരിഗണിക്കൽ നിർബന്ധമാണ്. ഷദ്ദുകളെ പരിഗണിക്കൽ നിർബന്ധമാണ്. 14 ഷദ്ദ് ഉണ്ട് ഫാത്തിഹയിൽ. ഒരു ഷദ്ദ് പോയാൽ നമ്മളെ ഫാത്തിഹ പോയി. ഫാത്തിഹ ശരിയാകാതിരുന്നാൽ നിസ്കാരവും ശരിയാകൂല, ഓത്തും ശരിയാകൂല. ഒരൊറ്റ ഫാത്തിഹ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പഠിച്ചു വന്ന് വീട്ടിലെത്തി തെറ്റില്ലാതെ ഓതിയപ്പോ മഹാനവറുകൾ ചോദിച്ചു, മോനെ നിന്റെ ഉസ്താദ് ആരാണ്? ഇൽമു പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് വലിയ ബഹുമാനം കൊടുക്കണം. ഉസ്താദിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഉസ്താദ് വന്നപ്പോൾ ഫാത്തിഹ പഠിപ്പിച്ച ഉസ്താദിന് മഹാനവറുകൾ 1000 ദിർഹം നൽകി. അതൊരു ബഹുമാനമാണ്. തന്റെ മകൻ തെറ്റില്ലാതെ ഫാത്തിഹ ഓതിയ ദിവസത്തിൽ മഹാനവറുകളുടെ സന്തോഷം, അത് പഠിപ്പിച്ച ഉസ്താദിന് വലിയൊരു ബഹുമാനം കൊടുത്തു. എന്താണ് ആ ഉസ്താദ് പഠിപ്പിച്ചത്? ഏറ്റവും വലിയ പഠനമാകുന്ന ഖിറാഅത്ത്, അല്ലാഹുവിന്റെ ഖുർആൻ, അതിലേറ്റവും വലിയ സൂറത്താകുന്ന സൂറത്തുൽ ഫാത്തിഹ. മകൻ തെറ്റില്ലാതെ ഓതിയപ്പോൾ വലിയൊരു സന്തോഷത്തിന് നൽകിയതാണ് 1000 ദിർഹം. അത് 1-ാം നൂറ്റാണ്ടിലെ 1000 ദിർഹമാണ്. അത് കഴിഞ്ഞിട്ടൊരു 13 നൂറ്റാണ്ട് മാറി മറിഞ്ഞു. അതിന്റെ മൂല്യം നമ്മളൊന്ന് കണക്ക് കൂട്ടണം. അതിന്നത്തെ 1000 രൂപയല്ല, 10,000 രൂപയല്ല, 1,00,000 രൂപയല്ല.